أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളിലെ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച അനുസ്മരണമാണ് നടന്നുവരുന്നത്. കഴിഞ്ഞ ഖുത്ബയുടെ ബാക്കി കുറച്ചു ഭാഗമുണ്ട്. ഇന്ന് ഞാൻ അത് വിവരിക്കുന്നതാണ്. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രാത്രി മുഴുവൻ യാത്രയിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം വന്നപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഒരിടത്ത് തമ്പടിച്ചു. തുടർന്ന് ബിലാലിനോട് പറഞ്ഞു, ഇന്ന് രാത്രി നമ്മുടെ നമസ്കാരം താങ്കൾ സംരക്ഷിക്കണം. നമ്മുടെ നമസ്കാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവക്ഷ നമസ്കാര സമയത്തെക്കുറിച്ച് കരുതലുണ്ടായിരിക്കണം. ഫജർ നമസ്കാരത്തിന് ഉണർത്തണം എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബിലാലിനോട് ഇത് പറഞ്ഞപ്പോൾ തന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം രാത്രി നേരത്ത് നഫൽ നമസ്കരിച്ചു കൊണ്ടിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഫജറിന്റെ സമയം സമീപസ്ഥമായപ്പോൾ പ്രഭാതത്തിന്റെ ഭാഗത്തേക്ക്, അതായത് സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്ക് മുഖം തിരിച്ച് തന്റെ യാത്രാവാഹനത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ബിലാലിന് നല്ല ഉറക്കം വന്നു. അദ്ദേഹം തന്റെ ഒട്ടകത്തെ ചാരിയിരിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണർന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് സഹാബാക്കളും ഉണർന്നില്ല. അങ്ങനെ അവർക്ക് മേൽ വെയിൽ പതിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഏറ്റവും ആദ്യം ഉണർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്കകളിലായി വിളിച്ചു, ബിലാൽ ബിലാൽ. ബിലാൽ സവിനയം ഉണർത്തിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമായിരിക്കട്ടെ. അങ്ങയെ തടഞ്ഞു നിർത്തിയ അതേ അസ്തിത്വം തന്നെയാണ് എന്റെ ആത്മാവിനെയും തടഞ്ഞത്. അതായത് എനിക്ക് നല്ല ഉറക്കം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുറപ്പെടൂ. അങ്ങനെ അവർ കുറച്ചു മുമ്പോട്ട് പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാൻ കൽപ്പിച്ചു. തുടർന്ന് wudu ചെയ്തു. ശേഷം ബിലാലിനോട് പറഞ്ഞു, നമസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുത്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉദിച്ച ശേഷം സുബഹി നമസ്കരിപ്പിച്ചു. നമസ്കാരം നിർവഹിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം മറന്നുപോയാൽ ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കേണ്ടതാണ്. കാരണം അള്ളാഹു പറയുന്നു, എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കരിക്കുക. മക്ക വിജയമുണ്ടായ ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹദ്രത്ത് ബിലാലും ഉണ്ടായിരുന്നു. ഹദ്രത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന്റെ ദിവസം മക്കയിലെത്തി. ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു ഇബ്നു തൽഹയെ വിളിച്ചു. അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദ്രത്ത് ബിലാലും ഹദ്രത്ത് ഉസാമ ബിൻ സയ്യിദും ഹദ്രത്ത് ഉസ്മാൻ ബിൻ തൽഹയും അകത്ത് പ്രവേശിച്ചു. തുടർന്ന് വാതിലടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനകത്ത് കുറച്ചു സമയം തങ്ങി. പിന്നെ പുറത്തേക്ക് വന്നു. ഹദ്രത്ത് ഇബ്നു ഉമർ പറയുന്നു, ഞാൻ വേഗം മുന്നോട്ട് ഗമിച്ചു. ഹദ്രത്ത് ബിലാലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയ്ക്കകത്ത് നമസ്കരിക്കുകയുണ്ടായി. हज़रत इब्न उमर कहते थे ഞാൻ ചോദിച്ചു, എവിടെയാണ് നമസ്കരിച്ചത്? അദ്ദേഹം പറഞ്ഞു, 2 തൂണുകൾക്കിടയിൽ. ഹദരത്ത് ഇബ്നു ഉമർ പറയുന്നു, അവിടെ എത്ര റക്അത്ത് നമസ്കരിച്ചു എന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. काबा में नमाज पढ़ी है, ഹദരത്ത് कहा किस जगह? ബിലാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയ്ക്കകത്ത് उमर कहते എവിടെ നിന്നാണ് मुझसे रह गया, നമസ്കരിച്ചതെന്ന് പിന്നീട് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹദരത്ത് ഇബ്നു അബി മലീക लोगों को बाद में बताया करते थे നിവേദനം ചെയ്യുന്നു, रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम മക്ക വിജയ ദിവസം ने किस जगह खड़े നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ബിലാലിനോട് हज़रत इब्ने കാബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കുകയും फिर അങ്ങനെ ഹദരത്ത് ബിലാൽ കാബയുടെ മേൽക്കൂരയിൽ കയറി ബാങ്ക് കൊടുക്കുകയുമുണ്ടായി. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി काबे की മക്ക വിജയാവസരത്തിലെ ഹദരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഹദരത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെയും കൂട്ടി हज़रत बिलाल का जिक्र റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരായി. के हज़रत अब्बास റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ കണ്ടപ്പോൾ ചോദിച്ചു, जान को लेकर നിനക്ക് ഇതെന്ത് ദൗർഭാഗ്യമാണ്? ദൈവം ഏകനാണെന്ന് ഇനി നിനക്ക് ബോധ്യമായില്ലേ? करीम सल्लल्लाहु अलैहि वसल्लम ने അബൂ സുഫിയാൻ പറഞ്ഞു, എന്തുകൊണ്ടില്ല? और फरमाया तेरा രണ്ടാമതൊരു ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ तुझे अभी ഞങ്ങളെ സഹായിക്കുമായിരുന്നില്ലേ? कि खुदा एक है, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഇത് എന്ത് ദൗർഭാഗ്യമാണ്? अगर कोई മുഹമ്മദ് होता അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്ക് ഇനിയും ബോധ്യം വന്നില്ലേ? आपने फरमाया അയാൾ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് അത് ബോധ്യമായിട്ടില്ല. क्या तुझे ഹദരത്ത് അബ്ബാസ് അബൂ സുഫിയാനോട് പറഞ്ഞു, ദൗർഭാഗ്യവാനെ, ബയ്യത്ത് ചെയ്യൂ. यकीन नहीं हुआ? ഇന്ന് നിന്റെയും നിന്റെ സമൂഹത്തിന്റെയും ജീവൻ രക്ഷപ്പെടുന്നതാണ്. അയാൾ പറഞ്ഞു, ശരി, ബയ്യത്ത് ചെയ്യാം. बैत कर लो, അവിടെ അദ്ദേഹം तेरी और तेरी പറഞ്ഞപ്പോൾ അങ്ങനെ ബയ്യത്ത് ചെയ്തെങ്കിലും ഹൃദയാത്മന ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് സത്യസന്ധനായ മുസ്ലിമായി മാറുകയും ചെയ്തു. ഏതായിരുന്നാലും ബയ്യത്ത് ചെയ്തപ്പോൾ ഹദരത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നിന്റെ സമുദായത്തിന് വേണ്ടി ആവശ്യമുള്ളത് ചോദിക്കുക, അല്ലെങ്കിൽ നിന്റെ സമുദായം എന്നേക്കുമായി നശിപ്പിക്കപ്പെടുന്നതാണ്. മക്കക്കാരുടെ ഹൃദയവും അപ്പോൾ ഭയചകിതമായിരുന്നു. അവർ മക്കാവാസികളായിരുന്നു. ഒരിക്കൽ മക്കയുടെ അന്തസ്സ് നഷ്ടമായാൽ പിന്നെ മക്കയുടെ അന്തസ്സ് അവശേഷിക്കുന്നതല്ല. അവർ വലിയ വലിയ അക്രമങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ശരി തന്നെ. എങ്കിലും എങ്ങനെയെങ്കിലും രഞ്ജിപ്പിലെത്തണമെന്ന് അവർ ദുആ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇതിന് വിപരീതമായി അൻസാറുകൾ വലിയ ആവേശത്തിലായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചുകൊള്ളുക. അയാൾ പറഞ്ഞു, അങ്ങയുടെ സമുദായത്തോട് कहने लगा, यार കാരുണ്യം ചെയ്യുകയില്ലേ? क्या आप अपनी कौम അങ്ങ് ഏറെ കരുണാമയനും ദയവുള്ളവനുമാകുന്നു. മാത്രമല്ല ഞാൻ താങ്കളുടെ കുടുംബക്കാരനാണ്, സഹോദരനുമാകുന്നു. എന്റെ അന്തസ്സ് പരിഗണിക്കപ്പെടണം. ഞാൻ മുസ്ലിം ആകുന്നു. होना चाहिए? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, പോവുക. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറുന്നവർ ഇന്ന് സുരക്ഷിതരായിരിക്കുമെന്ന് വിളംബരപ്പെടുത്തുക. कि जो शख्स अबू सुफियान അയാൾ പറഞ്ഞു, എന്റെ വീടിന് എത്ര വലിപ്പമാണുള്ളത്? कहने लगा, അതിൽ എത്ര പേരെ ഉൾക്കൊള്ളാനാകും? घर है कितना? ഇത്രയും വലിയ പട്ടണത്തിന് എന്റെ വീട്ടിൽ എങ്ങനെ രക്ഷാസങ്കേതമാകും? इसका मेरे घर में റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാബയിൽ പ്രവേശിക്കുന്നവർ ഇന്ന് സുരക്ഷിതരായിരിക്കും. शख्स खाना काबा में അബൂ സുഫിയാൻ പറഞ്ഞു, उसे अमान, യാ റസൂലല്ലാഹ്, ഇനിയും കുറെ ആളുകൾ ബാക്കിയാകും. फिर भी लोग बच रहेंगे. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, अच्छा, ആയുധം ഉപേക്ഷിക്കുന്നവർ ഇന്ന് ആക്ഷേപാർഹരല്ല. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനിയും ആളുകൾ ബാക്കിയാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, अपने घर के दरवाजे സ്വന്തം ഭവനങ്ങളിൽ വാതിലുകൾ അടച്ചിരിക്കുന്നവരും സുരക്ഷിതരായിരിക്കുന്നതാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, गलियों वाले തെരുവീതികളിൽ കഴിയുന്നവരുമുണ്ടല്ലോ, ആ പാവങ്ങൾ വധിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ബിലാലിന്റെ ഒരു കൊടി തയ്യാറാക്കുക. अभी रोहा അബീ റുബൈഹ റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിയായിരുന്നു. मुहाजिरीन മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും പരസ്പര സഹോദരങ്ങളാക്കിയപ്പോൾ അബൂ റുബൈഹയെ का भाई बना. ബിലാലിന്റെ സഹോദരനാക്കിയിരുന്നു. उस वक्त बिलाल ഒരുപക്ഷെ ആ സമയത്ത് ബിലാൽ ഉണ്ടായിരുന്നില്ല, आपने അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. ഏതായിരുന്നാലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ കൊടി തയ്യാറാക്കിപ്പിച്ചു. അബൂ റുബൈഹയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇത് ബിലാലിന്റെ പതാകയാണോ? कि जो शख्स
ഇത് നാൽക്കവലയിൽ സ്ഥാപിച്ചുകൊണ്ട് ബിലാലിന്റെ പതാകയ്ക്ക് കീഴിൽ വരുന്നവർക്ക് സംരക്ഷണം നൽകപ്പെടുമെന്ന് വിളംബരപ്പെടുത്തുക. അബൂ സുഫിയാൻ പറഞ്ഞു, മതി, ഇത് ധാരാളമാണ്. ഇനി മക്ക രക്ഷപ്പെടുന്നതാണ്. ഇനി എന്നെ പോകാൻ അനുവദിച്ചാലും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയിക്കൊള്ളുക. മക്കയിലെ മൂപ്പന്മാർ സ്വയം തന്നെ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വാർത്ത എത്തിയോ ഇല്ലയോ എന്ന പ്രദേശം ഉദിച്ചിരുന്നില്ല. അബൂ സുഫിയാൻ പരിഭ്രാന്തനായി മക്കയിൽ പ്രവേശിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ സ്വന്തം വീടുകളിൽ വാതിലുകൾ അടയ്ക്കുക. ജനങ്ങളെ നിങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുക. ജനങ്ങളെ കാബയിൽ പ്രവേശിക്കുക. ബിലാലിന്റെ പതാക ഉയർത്തിയിരിക്കുന്നു, അതിന് കീഴിൽ നിൽക്കുക. ഇത്രയുമായപ്പോഴേക്കും ജനങ്ങൾ വാതിലുകൾ അടയ്ക്കാൻ തുടങ്ങി. ചിലർ കാബയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായിരുന്നു. ജനങ്ങൾ ആയുധങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇസ്ലാമിക സൈന്യം മക്കയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ബിലാലിന്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ സംഭവത്തിലെ ഏറ്റവും മഹത്തായ കാര്യം ബിലാലിന്റെ പതാകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ പതാകയാണ് ഉണ്ടാക്കിയത്. പറയുന്നു, ബിലാലിന്റെ കൊടിക്കീഴിൽ വരുന്നവർ സുരക്ഷിതരായിരിക്കും. വാസ്തവത്തിൽ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു കൊടിയും സ്ഥാപിച്ചില്ല. തിരുനബിക്ക് ശേഷം അബൂബക്കർ ഉണ്ടായിരുന്നു. പക്ഷെ അബൂബക്കറിന്റെ ഒരു കൊടിയും നാട്ടിയില്ല. അദ്ദേഹത്തിന് ശേഷം മുസ്ലിങ്ങളിൽ ഉമർ ഉണ്ടായിരുന്നു. പക്ഷെ ഉമറിന്റെ ഒരു കൊടിയും ഉയർത്തിയില്ല. പിന്നെ ഉസ്മാൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജാമതാവുമായിരുന്നു. പക്ഷെ ഉസ്മാന്റെ പതാക സ്ഥാപിച്ചില്ല. പിന്നെ അലി ഉണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനും ജമാതാവുമായിരുന്നു. പക്ഷെ അലിയുടെ കൊടിയും സ്ഥാപിച്ചില്ല. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നതല്ല. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കൊടിയും ഉണ്ടാക്കിയില്ല. പിന്നെ ഹസ്രത്ത് അബ്ബാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവനായിരുന്നു. ചിലപ്പോൾ മര്യാദ വിടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ സംസാരിക്കുമായിരുന്നു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒരു കൊടിയും തയ്യാറാക്കിയില്ല. പിന്നെ എല്ലാ നേതാക്കന്മാരും ഉന്നതരായ ആളുകളും ഉണ്ടായിരുന്നു. ഖാലിദ് ഇബ്നു വലീദ് ഒരു നേതാവിന്റെ മകനും സ്വയം അറിയപ്പെടുന്ന വ്യക്തിത്വവുമായിരുന്നു. അംർ ഇബ്നു ആസ് മറ്റൊരു നേതാവിന്റെ മകനായിരുന്നു. അതേപോലെ വേറെയും വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും പതാക ഉണ്ടാക്കപ്പെട്ടില്ല. പതാക ഉണ്ടാക്കിയത് ബിലാലിന്റേത് മാത്രമായിരുന്നു. എന്തുകൊണ്ട്? അതിനെന്തായിരുന്നു കാരണം? കഅബ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്ന് ധരിച്ച അബൂബക്കർ ആക്രമിക്കപ്പെടാൻ പോകുന്നത് സ്വന്തം കുടുംബക്കാരാണെന്ന് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വന്തം സഹോദരങ്ങൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണോ? അദ്ദേഹം അതിക്രമങ്ങൾ വിസ്മരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്റെ സഹോദരങ്ങളാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉമർ പറഞ്ഞത് ഇതുതന്നെയായിരുന്നു, യാ റസൂലല്ലാഹ്, ഈ നിഷേധികളെ വധിച്ചാലും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത് നന്നായി. തങ്ങളുടെ സഹോദരങ്ങൾ രക്ഷപ്പെടുന്നത് ഉസ്മാനും ഒലിയും ധരിച്ചിട്ടുണ്ടാവും. നമ്മളോട് ഇവർ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുക്കുമ്പോൾ അവർ തന്റെ പിതൃവിനും സഹോദരനും തന്റെ ജാമാതാവും ബന്ധുമിത്രാദികളും തന്നെയാണല്ലോ എന്നും കരുതിയിട്ടുണ്ടാകാം. ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നെങ്കിൽ അത് നല്ലത് തന്നെ എന്നും തന്റെ കുടുംബക്കാർ രക്ഷപ്പെട്ടല്ലോ എന്നും ധരിച്ചിട്ടുണ്ടാകാം. എന്നാൽ മക്കയിൽ ബന്ധുക്കളാരുമില്ലാത്ത, മക്കയിൽ യാതൊരു ശക്തിയുമില്ലാതെ, മക്കയിൽ ഒരു സുഹൃത്തുമില്ലാതെ നിസ്സഹായാവസ്ഥയിൽ മർദ്ദിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അബൂബക്കറോ അലിയോ ഉസ്മാനോ ഉമറോ ആയിരുന്നില്ല. എന്തിനധികം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു നിവേദനം വിവരിച്ചിരുന്നു. അതിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഹദ്റത്ത് അബൂബക്കറിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കുടുംബക്കാരുള്ളതിനാൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞിരുന്നു.
അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് ബിലാലിന് മേലുണ്ടായ അതിക്രമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഹദ്രത്ത് അബൂബക്കറിനും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഹദ്രത്ത് മുസ്ലിം അല്ലാഹു തആല അൻഹു അവർക്ക് മേൽ അക്രമങ്ങൾ ഉണ്ടായി നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പറയുന്നു ബിലാലിന് മേലുണ്ടായ അക്രമം മറ്റാർക്കു മേലും ഉണ്ടായില്ല. തുടർന്ന് അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ മർദ്ദനങ്ങൾ എന്തായിരുന്നു? ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ബിലാലിനെ നഗ്നനാക്കി കിടത്തിയിരുന്നു. നോക്കുക, മെയ് ജൂൺ മാസങ്ങളിൽ നഗ്നപാതനായി നടക്കാൻ തന്നെ സാധ്യമല്ല. അദ്ദേഹത്തെ നഗ്നനാക്കി ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തുമായിരുന്നു. പിന്നെ ആണിയുള്ള ചെരുപ്പിട്ട് യുവാക്കൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറി നൃത്തം വയ്ക്കുമായിരുന്നു. അതോടൊപ്പം അള്ളാഹുവിനെ കൂടാതെ മറ്റാരെന്തെങ്കിലും ഉണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി വ്യാജവാദിയാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് മർദ്ദിക്കുമ്പോൾ ബിലാൽ തന്റെ നീഗ്രോ ശൈലിയിൽ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമായിരുന്നു. അതായത് അദ്ദേഹം ഇവരോട് ഇങ്ങനെ പറയുകയായിരുന്നു, നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും മർദ്ദിച്ചുകൊള്ളുക, അള്ളാഹു ഏകനാണ് ഞാൻ കണ്ടിരിക്കെ പിന്നെ എങ്ങനെയാണ് അവൻ രണ്ടാണെന്നും അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജനാണെന്ന് പറയുക? അപ്പോൾ അവർ അദ്ദേഹത്തെ വീണ്ടും മർദ്ദിച്ചിരുന്നു. ചൂടുകാലത്തുള്ള മാസങ്ങളിൽ ഇതായിരുന്നു അവസ്ഥ. തണുപ്പുകാലത്ത് അദ്ദേഹത്തിന്റെ കാലുകളിൽ കയറ് കെട്ടി മക്കയിലെ കൽവീതികളിൽ അദ്ദേഹത്തെ വലിച്ചിഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തൊലിയിൽ മുറിവുണ്ടാകുമായിരുന്നു, അതായത് തൊലി പൊട്ടിയിരുന്നു. അവർ വലിച്ചഴിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജനാണെന്നും അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരുണ്ടെന്നും പറയാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമായിരുന്നു. 10,000 മുസ്ലിം സൈന്യം മക്കയിൽ പ്രവേശിക്കാൻ വന്നപ്പോൾ ബിലാലിന്റെ ഹൃദയം തന്റെ നെഞ്ചിൽ ചവിട്ടിയ ചെരുപ്പുകൾക്ക് ഇന്ന് പ്രതികാരം ചെയ്യപ്പെടുമെന്നും അക്രമപരമായി തനിക്ക് കിട്ടിയ മർദ്ദനങ്ങൾക്ക് ഇന്ന് പ്രതിഫലം കിട്ടുമെന്നും കരുതിയിട്ടുണ്ടാകും. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്കും കാബയിൽ പ്രവേശിച്ചവർക്കും ആയുധം താഴെ വെച്ചവർക്കും സ്വന്തം വീടുകളിൽ വാതിലടച്ച് ഒതുങ്ങിക്കൂടിയവർക്കും മാപ്പ് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്റെ എല്ലാ സഹോദരങ്ങൾക്കും മാപ്പ് കൊടുക്കുകയാണെന്നും അത് നല്ലതാണെങ്കിലും എന്റെ പ്രതികാരം ബാക്കിയാണല്ലോ എന്നും ഒരു വേള ബിലാൽ തന്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഈ മാപ്പ് കൊടുക്കുമ്പോൾ ഇന്ന് ഒരാളുടെ ഹൃദയം എന്റെ ഈ പുറത്തു കൊടുക്കലിൽ അസ്വസ്ഥമാകുമെന്ന് കാണുന്നു. അത് ബിലാലാണ്. ഞാൻ ഇന്ന് പുറത്തു കൊടുക്കുന്നവർ ആരും അദ്ദേഹത്തിന്റെ സഹോദരന്മാരല്ല. അദ്ദേഹത്തെ വേദനിപ്പിച്ചതുപോലെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദ്ദേഹത്തിനുള്ള പ്രതികാരവും ഇന്ന് ഞാൻ ചോദിക്കുന്നതാണ്. എന്റെ നുബുവത്തിന്റെ മഹത്വം നിലനിൽക്കുകയും ബിലാലിന്റെ ഹൃദയം സന്തോഷഭരിതമാവുകയും ചെയ്യുന്ന വിധത്തിൽ ഞാൻ അതിന് പ്രതികാരം ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിന്റെ കൊടി ഉയർത്തുക. ചെരിപ്പിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നൃത്തം ചവിട്ടിയിരുന്ന അദ്ദേഹത്തിന്റെ കാലുകളിൽ കയറിട്ട് ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ അദ്ദേഹത്തെ വലിച്ചഴിച്ചിരുന്ന മക്കയിലെ നേതാക്കന്മാരോട് പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെയും ഭാര്യ മക്കളുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ ബിലാലിന്റെ കൊടിക്കീഴിൽ വരുമെന്നും. ഞാൻ മനസ്സിലാക്കുന്നത് ലോകമുണ്ടായതു മുതൽ മനുഷ്യൻ ശക്തി സംഭരിച്ചതു മുതൽ മനുഷ്യന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ തയ്യാറായതു മുതൽ അവന് ആധിപത്യം കിട്ടിയതു മുതൽ ഇത്തരത്തിലുള്ള അതിമഹത്തായ പ്രതികാരം ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല. ബിലാലിന്റെ പതാക കഅബ മന്ദിരത്തിന് മുന്നിലുള്ള മൈതാനത്ത് സ്ഥാപിച്ചപ്പോൾ മക്കയിലെ മൂപ്പന്മാർ അതേ തങ്ങളുടെ ചവിട്ടടികൾക്ക് കീഴെ അദ്ദേഹത്തെ ചവിട്ടി മതിച്ചിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജവാദിയാണെന്ന് പറഞ്ഞിരുന്ന മൂപ്പന്മാർ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ മാറിയ അവസരത്തിൽ ജീവൻ രക്ഷിക്കാൻ അവർ തങ്ങളുടെ ഭാര്യ മക്കളുടെ കൈപിടിച്ച് ബിലാലിന്റെ കൊടിക്കയിലേക്ക് ഓടി ഓടി വരികയാണ്. ആ സന്ദർഭത്തിൽ ഹദ്റത്ത് ബിലാലിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ ആത്മാവ് എത്രമാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സമർപ്പിതമായിട്ടുണ്ടാകും. ഈ നിഷേധികളോട് പകരം ചോദിക്കുമെന്നോ അതിന് കഴിയുമെന്നോ എനിക്കറിയുമായിരുന്നില്ല.
ഇന്ന് ആ പ്രതികാരം ചോദിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ നെഞ്ചിനുമേൽ ചെരുപ്പിട്ട് ചവിട്ടിയിട്ടുണ്ടായിരുന്നവരുടെ ശിരസ്സുകൾ ഇന്ന് എന്റെ ചെരുപ്പിന് കീഴിൽ കുനിഞ്ഞിരിക്കുകയാണ്. എന്റെ നെഞ്ചിനുമേൽ നൃത്തം ചവിട്ടിയിരുന്ന ചെരുപ്പിന്റെ ഉടമകളുടെ ശിരസ്സുകൾ ഇന്ന് ബിലാലിന്റെ ചെരുപ്പിന് കീഴിൽ വന്നിരിക്കുന്നു എന്നെല്ലാം ആയിരിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥം ഉണ്ടായിരിക്കുക. ഈ പ്രതികാരം യൂസുഫ് ചെയ്ത പ്രതികാരത്തെക്കാൾ മനോഹരമായിരുന്നു. കാരണം യൂസുഫ് തന്റെ പിതാവിനു വേണ്ടിയാണ് സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുത്തത്. അദ്ദേഹം മാപ്പ് കൊടുത്തത് തന്റെ പിതാവിനു വേണ്ടിയായിരുന്നു. മാപ്പ് കൊടുത്തത് തന്റെ ഉടപ്പിറപ്പുകൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവന്മാർക്കും സഹോദരങ്ങൾക്കും ഒരടിമയുടെ ചെരുപ്പിന്റെ അനുഗ്രഹത്തിന് കീഴിൽ മാപ്പാക്കുകയാണ്. അതെ, യൂസുഫ് ചെയ്ത പ്രതികാരത്തിന് ഇതിനു മുന്നിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഇത് സേർ റുഹാനി എന്ന ഗ്രന്ഥത്തിലുള്ള ഉദ്ധരണിയാണ്. ഇതേ സംഭവം ദീപാച്ച തഫ്സീറുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന് മുഖവുര എന്ന പുസ്തകത്തിൽ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണമുണ്ട്. ചില ആളുകൾ ഈ സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് രണ്ട് സംഭവങ്ങളിലും ഒന്ന് വിശദീകരിച്ചുകൊണ്ടും മറ്റൊന്ന് സംക്ഷിപ്തവുമാണെന്ന വ്യത്യാസമല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല. ചില ആളുകൾ വലിയ സൂക്ഷ്മമായ കാര്യമെന്ന നിലയ്ക്ക് വ്യത്യാസം കണ്ടെടുത്തു തുടങ്ങുന്നു. എന്നാൽ സംഭവം എന്ന നിലയ്ക്കും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പരിണിതഫലം എന്ന നിലയ്ക്കും ഒരേ കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും ഇവിടെയുള്ള വിവരണം ഇപ്രകാരമാണ്. അബൂ സുഫിയാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, മക്കക്കാർ വാളെടുത്തില്ലെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, വീടുകളിൽ കതകുകൾ അടച്ചിരിക്കുന്നവരെല്ലാം സുരക്ഷിതരായിരിക്കും. ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂ സുഫിയാൻ വലിയ അഭിമാനിയാണ്. ആയതിനാൽ തന്റെ അന്തസ്സ് പരിഗണിക്കപ്പെടാൻ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് അധികമായി വന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലത്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ സമാധാനത്തിലായിരിക്കും. കാബ മന്ദിരത്തിൽ പ്രവേശിക്കുന്നവർക്കും സുരക്ഷിതത്വം നൽകപ്പെടുന്നതാണ്. ഹക്കീം ബിൻ ഹസമിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്കും രക്ഷയുണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ റുവൈഹിയെ വിളിച്ചു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീഗ്രോ അടിമയായ ബിലാലുമായി സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം നമ്മുടെ പതാക ഇപ്പോൾ അബൂ റുവൈഹയ്ക്ക് നൽകുകയാണ്. അബൂ റുവൈഹയുടെ കടിക്കീഴിൽ വരുന്നവരും സുരക്ഷിതരായിരിക്കുന്നതാണ്. ബിലാലിനോട് അബൂ റുവൈഹയുടെ കീഴിൽ വരുന്നവർ സുരക്ഷിതരായിരിക്കുമെന്ന് വിളംബരപ്പെടുത്തി അദ്ദേഹത്തോടൊപ്പം നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം വിളംബരപ്പെടുത്തി പോകാൻ പറഞ്ഞു എന്ന കാര്യം ഇവിടെ അധികമായി വന്നിട്ടുണ്ട്. ഈ കൽപ്പനയിൽ ഏറെ സൂക്ഷ്മമായ യുക്തി അടങ്ങിയിരിക്കുന്നു. മക്കയിലെ ആളുകൾ ബിലാലിനെ കാലുകളിൽ കയർകെട്ടി മക്കയിലെ തെരുവോരങ്ങളിലൂടെ വലിച്ചഴിച്ചിട്ടുണ്ടായിരുന്നു. മക്കയിലെ തെരുവുകളും മക്കയിലെ മൈതാനവും ബിലാലിന് സമാധാന സങ്കേതമായിരുന്നില്ല, മറിച്ച് മർദ്ദനങ്ങളുടെയും അപമാനത്തിന്റെയും അവഹേളനത്തിന്റെയും ഇടമായിരുന്നു. ഇന്ന് ബിലാലിന്റെ ഹൃദയം പകരം ചോദിക്കാൻ കൂടെ കൂടെ വെമ്പുന്നുണ്ടായിരിക്കുമെന്നും തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പ്രതികാരം വളരെ അനിവാര്യമാണെന്നും എന്നാൽ നമ്മുടെ പ്രതികാരം ഇസ്ലാമിക പ്രൗഢിക്ക് അനുസൃതമായിരിക്കണമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൊണ്ട് ശത്രു ശിരസ്സുകൾ കൊയ്തുകൊണ്ടല്ല ബിലാലിന്റെ പ്രതികാരം ചെയ്തത്, മറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരന്റെ കയ്യിൽ ഒരു പതാക നൽകുകയും തന്റെ സഹോദരന്റെ കൊടിക്കീഴിൽ വരുന്നവർ സുരക്ഷിതരായിരിക്കുമെന്ന് വിളംബരപ്പെടുത്താൻ ബിലാലിനെ ഏൽപ്പിക്കുകയും ചെയ്തു. എത്ര ഉന്നതമായ മനോഹരമായ പ്രതികാരമാണിത്! മക്കക്കാരെ, എന്റെ സഹോദരന്റെ കൊടിക്കീഴിൽ വന്നാൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകപ്പെടുമെന്ന് ഉച്ചസ്ഥരം വിളംബരപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് സ്വയമേവ പ്രതികാര വാഞ്ച ഇല്ലാതായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി പ്രതികാരത്തിന് വേണ്ടി നിർദ്ദേശിച്ചതിനേക്കാൾ ഉത്തമവും മനോഹരവുമായ പ്രതികാരം എനിക്ക് വേണ്ടി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുമുണ്ടാകും. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഹദ്രത്ത് ബിലാലിന്റെ സഹനവും മക്ക വിജയാവസരത്തിലെ അവസ്ഥകളും വിവരിച്ചുകൊണ്ട് പറയുന്നു, ഈ പ്രയാസങ്ങളെല്ലാം ബിലാലിന് നൽകുകയുണ്ടായി. അതായത് പ്രയാസങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്.
എന്നാൽ അറിയാമോ, മക്ക വിജയമുണ്ടായപ്പോൾ ഒരു കാലത്ത് നീഗ്രോ അടിമയായിരുന്ന ബിലാലിന്റെ നെഞ്ചിൽ കയറി മക്കയിലെ വലിയ വലിയ മൂപ്പന്മാർ നൃത്തം ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം ആദരവാണ് നൽകിയത്, എങ്ങനെയായിരുന്നു നിഷേധികളോട് പ്രതികാരം ചെയ്തത്. മക്ക വിജയമുണ്ടായപ്പോൾ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ കയ്യിൽ ഒരു പതാക ഏൽപ്പിച്ചിട്ട് ഇപ്രകാരം വിളംബരപ്പെടുത്തി: മക്കയിലെ മൂപ്പന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിലാലിന്റെ കൊടിക്കീഴിൽ വരിക. അതായത് അവരുടെ വലിയ മൂപ്പന്മാർ നൃത്തം ചെയ്തിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കക്കാരോട് പറയുന്നു: ഇന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അതിന് ബിലാലിന്റെ ദാസത്വം സ്വീകരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. വാസ്തവത്തിൽ ബിലാൽ അടിമയും അവർ ആഭിജാത്യമുള്ളവരുമായിരുന്നല്ലോ. ചുരുക്കത്തിൽ എല്ലാ സ്ഥലത്തും ഈ പരിണിത ഫലം തന്നെയാണ് ഉരുത്തിരിയുന്നത്. ബിലാലിന്റെ സഹോദരന്റെ കയ്യിൽ കൊടി കൊടുത്തുകൊണ്ട് ബിലാലിനെ കൂടെ വിട്ടു എന്ന് പറഞ്ഞാലും, ബിലാലിന്റെ കയ്യിൽ ബിലാലിന്റെ പേരിൽ കൊടുത്തു എന്ന് പറഞ്ഞാലും ഫലം ഒന്നു തന്നെയാണ്. അല്പസ്വല്പം സംഭവങ്ങളിൽ വ്യത്യാസങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നടക്കുന്ന പരിണിത ഫലം ഒന്നു തന്നെയാണ്. ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, ഈദ് ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അമ്പുമായി നടക്കുമായിരുന്നു. അതായത് ഈദ് ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കുന്തവും പിടിച്ച് നടന്നിരുന്നു. പൊതുവിൽ അത് ബിലാലാണ് നിർവഹിച്ചിരുന്നത്, അത് എടുത്തുകൊണ്ടുപോയിരുന്നത്. ഹദ്റത്ത് മുഹമ്മദ് ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ബിലാൽ ആ അമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ തറച്ചു വെക്കുമായിരുന്നു. അക്കാലത്ത് ഈദ്ഗാഹ് മൈതാനമായിരുന്നു, വിസ്തൃതമായ മൈതാനമായിരുന്നു ഈദ്ഗാഹ്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹബിഷയിലെ നജാശി രാജാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 3 അമ്പുകൾ ഉപഹാരമായി കൊടുത്തയച്ചിരുന്നു. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുകയും ഒന്ന് ഹദ്റത്ത് അലി ബിൻ അബി താലിബിനും മറ്റൊന്ന് ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും നൽകുകയുണ്ടായി. ഹദ്റത്ത് ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പക്കൽ കരുതിയിരുന്ന അമ്പ് ഈദ് ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പിടിച്ചു നടക്കുകയും പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മുന്നിൽ തറച്ചു വെക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹദ്റത്ത് ബിലാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ അതുമായി നേരത്തെ പറഞ്ഞതുപോലെ നടന്നിരുന്നു. നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹദ്റത്ത് ബിലാൽ ജിഹാദിൽ പങ്കെടുക്കാൻ ഷാമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. നിവേദനത്തിൽ വന്ന വിവരണം ഇങ്ങനെയാണ്: റസൂൽ വഫാത്തിന് ശേഷം ഹദ്റത്ത് ബിലാൽ ഹദ്റത്ത് ഉമർ അബൂബക്കറിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, അല്ലയോ ഖലീഫത്തുർ റസൂൽ, ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ബിലാൽ, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹദ്റത്ത് ബിലാൽ മറുപടിയായി പറഞ്ഞു, എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടാൻ വിടണമെന്നും അങ്ങനെ വധിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ബിലാൽ, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി താങ്കളോട് പറയുകയാണ്, എന്റെ അന്തസ്സവും അവകാശവും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ വൃദ്ധനും ദുർബലനുമായിരിക്കുന്നു. എന്റെ മരണം സമീപസ്ഥമാണ്. ആയതിനാൽ എന്റെ അടുക്കൽ തന്നെ തങ്ങുക. അത് കേട്ടപ്പോൾ ഹദ്റത്ത് ബിലാൽ ഹദ്റത്ത് അബൂബക്കർ അള്ളാഹുവിന്റെ വഫാത്ത് വരെയും അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ തങ്ങുകയുണ്ടായി. ഹദ്റത്ത് അബ്ദുല്ലാഹുവിന്റെ വഫാത്തിനെ തുടർന്ന് ഹദ്റത്ത് ബിലാൽ ഹദ്റത്ത് ഉമർ അള്ളാഹിന്റെ അടുക്കൽ വന്ന് ഹദ്റത്ത് അബൂബക്കർ അള്ളാഹുവിനോട് പറഞ്ഞതുപോലെ തന്നെ ആവർത്തിച്ചു. ഹദ്റത്ത് ഉമറും ഹദ്റത്ത് അബൂബക്കർ നൽകിയ മറുപടി തന്നെയാണ് നൽകിയതെങ്കിലും ഹദ്റത്ത് ബിലാൽ അത് അംഗീകരിച്ചില്ല. ഹദ്റത്ത് ബിലാൽ ജിഹാദിന് പോകാൻ ശാഠ്യം പിടിക്കുകയായിരുന്നു. അദ്ദേഹം ഹദ്റത്ത് ഉമറിന് മുന്നിൽ അക്കാര്യത്തിൽ തന്നെ വാശി പിടിക്കുകയാണ് ഉണ്ടായത്. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ താങ്കൾക്ക് ശേഷം ബാങ്ക് കൊടുക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തുക? ഹദ്റത്ത് ബിലാൽ പറഞ്ഞു, ഹദ്റത്ത് സഅദിനെ ഏൽപ്പിച്ചാലും, കാരണം അദ്ദേഹം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹദ്റത്ത് ഉമർ ഹദ്റത്ത് സഅദിനും അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബാങ്കിനുള്ള ഉത്തരവാദിത്വം നൽകുകയുണ്ടായി. ഹദ്റത്ത് ബിലാലിനെ അദ്ദേഹത്തിന്റെ തന്നെ നിർബന്ധപ്രകാരം ജിഹാദിന് അയക്കുകയും ചെയ്തു. ഇതാണ് ഒരു നിവേദനത്തിൽ ഉള്ളത്. മറ്റൊരു നിവേദനത്തിൽ
ബാങ്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് ഹദ്റത്ത് ബിലാലും ഹദ്റത്ത് അബൂബക്കറും തമ്മിൽ നടന്ന സംഭാഷണം സംബന്ധിച്ച് പറയുന്നു. മൂസ ബിൻ മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറവടക്കുന്നതിന് മുമ്പ് അന്നേ ദിവസം ബാങ്ക് കൊടുത്തിരുന്നു. അദ്ദേഹം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം തന്റെ ശൈലിയിൽ അസദു എന്ന് പറഞ്ഞപ്പോൾ മസ്ജിദിൽ ജനങ്ങളുടെ ഏങ്ങലടികൾ ഉയർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറവടക്കിയതിനു ശേഷം ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹദ്റത്ത് ബിലാൽ മറുപടിയായി പറഞ്ഞു, ഞാൻ താങ്കളുടെ കൂടെ തന്നെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ എന്നെ സ്വതന്ത്രനാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഇനി താങ്കൾ പറയുന്നത് പോലെ ചെയ്യുക മാത്രമേ നിർവാഹമുള്ളൂ. എന്നാൽ താങ്കൾ എന്നെ അള്ളാഹുവിന് വേണ്ടിയാണ് സ്വതന്ത്രനാക്കിയതെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കിയ കാര്യത്തിനു വേണ്ടി എന്നെ വിട്ടയച്ചാലും. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ താങ്കളെ അള്ളാഹുവിനെ മുൻനിർത്തിയാണ് സ്വതന്ത്രനാക്കിയത്. അപ്പോൾ ഹദ്റത്ത് ബിലാൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇനി ഞാൻ മറ്റാർക്കു വേണ്ടിയും ബാങ്ക് കൊടുക്കുന്നതല്ല. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അത് താങ്കളുടെ ഇഷ്ടം. തുടർന്ന് ഹദ്റത്ത് ബിലാൽ മദീനയിൽ തന്നെ താമസിച്ചു. അങ്ങനെ ഹദ്റത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഷാമിലേക്ക് സൈന്യം പുറപ്പെട്ടപ്പോൾ ഹദ്റത്ത് ബിലാലും ആ സൈന്യങ്ങളോടൊപ്പം ഷാമിലേക്ക് പോയി. ഉസദുൽ ഗാബയിലെ നിവേദന പ്രകാരം പറയുന്നു, ഹദ്റത്ത് ബിലാൽ ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, താങ്കൾ എന്നെ താങ്കൾക്ക് വേണ്ടിയാണ് സ്വതന്ത്രനാക്കിയെങ്കിൽ താങ്കളുടെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുക. എന്നാൽ താങ്കൾ എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്വതന്ത്രനാക്കിയെങ്കിൽ എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വിടുക. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ ബിലാലിനോട് പറഞ്ഞു, പോയിക്കൊള്ളുക. അങ്ങനെ ഹദ്റത്ത് ബിലാൽ ഷാമിലേക്ക് പോയി വഫാത്ത് വരെയും അവിടെ താമസിച്ചിരുന്നു. അധിക നിവേദനങ്ങളിലും കാണപ്പെടുന്നത് അദ്ദേഹം ഹദ്റത്ത് അബൂബക്കറിന്റെ കാലത്ത് പോയിരുന്നില്ലെന്നും ഹദ്റത്ത് ഉമറിന്റെ കാലത്താണ് പോയതെന്നുമാണ്. ഒരു നിവേദന പ്രകാരം ഹദ്റത്ത് ബിലാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്തും ബാങ്ക് കൊടുത്തിരുന്നു എന്ന് കാണപ്പെടുന്നുണ്ട്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഒരിക്കൽ ഹദ്റത്ത് ബിലാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു സ്വപ്നത്തിൽ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ, നമ്മെ സന്ദർശിക്കാൻ വരാനുള്ള സമയം ഇനിയുമായിട്ടില്ലേ? ഇത് എന്തുമാത്രം ശ്രീലാഹൃദയമാണ്. ഹദ്റത്ത് ബിലാൽ വളരെയധികം സങ്കടത്തോടെയാണ് ഉണർന്നത്. അന്ന് ഷാമിലായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മഖ്ബറയിൽ പോയി അനിയന്ത്രിതമായി കരയാൻ തുടങ്ങി. അദ്ദേഹം നിന്ന് തേങ്ങുകയായിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും ഹദ്റത്ത് ഹസനും ഹുസൈനും അവിടെ എത്തി. ഹദ്റത്ത് ബിലാൽ അവരെ ഉമ്മ വെച്ചു, അവരെ ആലിംഗനം ചെയ്യുകയുമുണ്ടായി. അപ്പോൾ ഹദ്റത്ത് ഹസനും ഹദ്റത്ത് ഹുസൈനും ഹദ്റത്ത് ബിലാലിനോട് പറഞ്ഞു, സുബൈക്ക് താങ്കൾ ബാങ്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ബസ്സിന്റെ മേൽക്കൂരയിൽ കയറി. നിവേദകൻ പറയുന്നു, ഹദ്റത്ത് ബിലാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നീ പദങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മദീന കോരിത്തെരിച്ചുപോയി. തുടർന്ന് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ കുറെ കൂടി ആവേശഭരിതരായി ജനങ്ങൾ ഉറക്കമുണർന്നു. പിന്നെ അദ്ദേഹം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ മുറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു തുടങ്ങി. നിവേദകൻ പറയുന്നു, അന്നത്തെ ദിവസത്തേക്കാൾ കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും കരഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലവും ആ ബാങ്കും ഓർമ്മ വന്നപ്പോൾ ജനങ്ങൾ അസ്വസ്ഥരായി മാറി. ഹദ്റത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് ഹദ്റത്ത് ബിലാൽ ജിഹാദിന് പോകാൻ അനുമതി തേടിയപ്പോൾ ഹദ്റത്ത് ഉമർ ചോദിച്ചു, ബാങ്ക് കൊടുക്കുന്നതിൽ നിന്ന് താങ്കളെ എന്ത് കാര്യമാണ് തടയുന്നത്? ഹദ്റത്ത് ബിലാൽ മറുപടിയായി പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പ്രകാരമാണ് ബാങ്ക് കൊടുത്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഹദ്റത്ത് അബൂബക്കറിന്റെ കൽപ്പന പ്രകാരമാണ് ബാങ്ക് കൊടുത്തത്. കാരണം അദ്ദേഹം എന്റെ അനുഗ്രഹങ്ങളുടെ മേൽനോട്ടക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹവും വഫാത്തായിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ബിലാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും വലിയൊരു ഇബാദത്തും ഇല്ല. തുടർന്ന് ഹദ്റത്ത് ബിലാൽ ഷാമിലേക്ക് പോയി. ഹദ്റത്ത് ഉമർ ഷാമിലേക്ക് പോയപ്പോൾ ഹദ്റത്ത് ഉമറിന്റെ ആവശ്യപ്രകാരം ഹദ്റത്ത് ബിലാൽ ബാങ്ക് കൊടുക്കുകയുണ്ടായി. നിവേദകൻ പറയുന്നു, ഞങ്ങൾ അദ്ദേഹം അന്ന് കരഞ്ഞത്രയും അതിനു മുമ്പ് കരയുന്നതായി കണ്ടിട്ടില്ല. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹദ്റത്ത് ബിലാലിന്റെ അവസാന നാളുകളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഹദ്റത്ത് ബിലാൽ
അവസാന നാളുകളിൽ ഷാമിലേക്ക് പോയിരുന്നു. जिक्र भी है, അദ്ദേഹവുമായി रिश्तानी लोग देते ആരും ബന്ധത്തിന് തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ വിവരണത്തിൽ അദ്ദേഹം നിരവധി വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. जाके रिश्ता नहीं ചിലർ അദ്ദേഹം ഷാമിലേക്ക് പോകുന്നത് കൊണ്ട് വിവാഹബന്ധത്തിന് തയ്യാറായിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ഷാമിൽ പോയപ്പോൾ വിവാഹബന്ധം ലഭിച്ചിട്ടുണ്ടാകില്ല. ഏതായാലും ലഭ്യമായ നിവേദനങ്ങൾ അനുസരിച്ച് അദ്ദേഹം നിരവധി വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹദരത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, അദ്ദേഹം ഷാമിൽ ഒരിടത്ത് വിവാഹാഭ്യർത്ഥന നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനൊരു നീഗ്ര അടിമയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ബന്ധം നൽകുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയാണെന്ന് പരിഗണിച്ചുകൊണ്ട് ഞാനുമായി വിവാഹത്തിന് തയ്യാറായാൽ അത് നിങ്ങളുടെ ഔദാര്യം. और वो शाम में ही ठहर गए। അവർ വിവാഹബന്ധം നൽകി. അദ്ദേഹം ഷാമിൽ തന്നെ താമസിക്കുകയുമുണ്ടായി. हाल पहले भी इनकी शादियां थी, ഏതായിരുന്നാലും हो सकता है അദ്ദേഹം നേരത്തെ വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാര്യമാർ വഫാത്തായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ആരും കൂടെ പോകാൻ തയ്യാറായിട്ടുണ്ടായിട്ടില്ല, അതുമല്ലെങ്കിൽ അദ്ദേഹം ഷാമിൽ വിവാഹബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതായിരിക്കും. ഏതായിരുന്നാലും അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു വിവാഹങ്ങൾ എന്ന വിശദീകരണം ഇവിടെ നൽകിയതാണ്. ഹദരത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, മറ്റ് നിവേദനങ്ങൾ പറയുന്നത് ആരും അദ്ദേഹത്തിന് വിവാഹബന്ധം നൽകാൻ തയ്യാറായില്ല എന്നാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത് എഴുതിയതെന്ന് അള്ളാഹുവിന് നന്നായി അറിയൂ. ചുരുക്കത്തിൽ അദ്ദേഹം അവിടെ വിവാഹബന്ധം ആവശ്യപ്പെടുകയും അങ്ങനെ വിവാഹം കഴിക്കുകയും ഷാമിൽ തന്നെ താമസിക്കുകയും ചെയ്തു. का जो जिक्र है शादी വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് പരാമർശിക്കുന്നത്. വിവാഹം ആംശികമായി ഇവിടെ വന്ന ഒരു സംഗതിയാണ്. करीम सल्लल्लाहु अलैहि वसल्लम रोया में उनके അതിനകത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, और फरमाया बिलाल ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ഹദരത്ത് ബിലാലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബിലാൽ, താങ്കൾ നമ്മളെ മറന്നിരിക്കുകയാണോ? उसी वक्त उठे ഒരിക്കലും നമ്മുടെ ഖബർ സന്ദർശിക്കാൻ താങ്കൾ വന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ എഴുന്നേറ്റ് യാത്രാ സൗകര്യങ്ങൾ തയ്യാറാക്കി रोकर दुआ की। മദീനയിലേക്ക് പോയി. उस वक्त उनको इतनी दिक्कत पैदा हुई നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിൽ പോയി കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ വൈകാരികമായ വേദന കാരണം उस वक्त बड़े हो चुके ബിലാൽ എത്തിയിരിക്കുന്നു എന്ന കാര്യം പരന്നു തുടങ്ങി. लगे। आप रसूल ഹദരത്ത് ഹുസൈനും അപ്പോൾ മുതിർന്നവരായിട്ടുണ്ടായിരുന്നു. അവർ ഓടി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും ആ ബാങ്ക് കേൾപ്പിച്ചാലും. അങ്ങനെ അദ്ദേഹം ബാങ്ക് വിളിക്കുകയും ജനങ്ങൾ അത് കേൾക്കുകയും ചെയ്തു. मुरतब करवाए, यानी ഹസരത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഷാമിൽ വസീഫ, അതായത് സ്റ്റൈപ്പൻഡിനു വേണ്ടി ഒരു രജിസ്റ്റർ തയ്യാറാക്കി. बिलाल शाम അതായത് അക്കൗണ്ട് രജിസ്റ്ററും മറ്റും ഉണ്ടാക്കുകയും എല്ലാ റെക്കോർഡുകളും പൂർണ്ണമാക്കുകയും ഉണ്ടായി. तुम अपने वजीफे का दफ्तर किसके पास रखोगे, यानी अपने അപ്പോഴാണ് ഹദരത്ത് ബിലാൽ ഷാമിലേക്ക് പോവുകയും അവിടെ മുജാഹിദീങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്തത്. ഹദരത്ത് ഉമർ ഹദരത്ത് ബിലാലിനോട് ചോദിച്ചു, ബിലാൽ, താങ്കൾ താങ്കളുടെ സ്റ്റേപ്പിനെ സംബന്ധിച്ച് രജിസ്റ്റർ ആരുടെ പക്കലാണ് ഏൽപ്പിക്കുക? അതായത് താങ്കളുടെ കണക്കുകളുടെ കാര്യങ്ങൾക്ക് താങ്കൾ ആരെയാണ് ചുമതലപ്പെടുത്തുന്നത്? ഇവിടെ ആരായിരിക്കും താങ്കളുടെ പ്രതിനിധി? അദ്ദേഹം മറുപടി പറഞ്ഞു, അബൂറുവഹയുടെ പക്കൽ ഏൽപ്പിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും അദ്ദേഹത്തിനുമിടയിൽ ഉണ്ടാക്കിയ സഹോദരി ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നതല്ല. ഹദരത്ത് ബിലാലിന്റെ ശുദ്ധഗതിയെ സംബന്ധിച്ച് ഒരു നിവേദനത്തിൽ ഇങ്ങനെ പറയുന്നു, അംർ ഇബ്നു മൈമൂൻ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ബിലാലിന്റെ സഹോദരൻ താൻ അറേബ്യനാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം താൻ അവരിൽപ്പെട്ടവനാണെന്ന് കരുതിയിരുന്നു. അദ്ദേഹം അറേബ്യയിൽ ഒരു സ്ത്രീയുടെ അടുത്ത് വിവാഹാലോചന നടത്തി. അവർ പറഞ്ഞു, ഹദരത്ത് ബിലാൽ വരട്ടെ, എന്നിട്ട് താങ്കളുമായി വിവാഹം ചെയ്യുന്നതാണ്. പിന്നെ ബിലാൽ എത്തി. അദ്ദേഹം തശൂദ് ചൊല്ലിയതിനു ശേഷം പറഞ്ഞു, ഞാൻ ബിലാൽ ബിൻ റബാഹുവും ആകുന്നു, ഇത് എന്റെ സഹോദരനാകുന്നു. സ്വഭാവപരമായും ദീനിപരമായും നല്ല ആളല്ല. നിങ്ങൾ ഇദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവാഹം ചെയ്തുകൊള്ളുക, ഇനി ഉപേക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയുമാകാം. അവർ പറഞ്ഞു, താങ്കളാണ് അയാളുടെ സഹോദരനെങ്കിൽ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതാണ്. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ സഹോദരനെ വിവാഹം കഴിച്ചു. फलां शख्स से हमारी സെയ്ദ് ബിൻ അസ്ലം നിവേദനം ചെയ്യുന്നു, ബനു അബി ബക്കീർ बाल के बारे में तुम्हारा क्या ख्याल है? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി ഇന്ന ആളുമായി ഞങ്ങളുടെ സഹോദരൻ വിവാഹം നടത്തണമെന്ന് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? तुम लोगों को बिलाल के ജനങ്ങൾ വീണ്ടും വന്നു പറഞ്ഞു, लोग फिर तीसरी मरतबा യാ റസൂലല്ലാഹ്, ഇന്ന വ്യക്തിയുമായി ഞങ്ങളുടെ സഹോദരി വിവാഹം നടത്തുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, निकाह कर दी। നിങ്ങൾക്ക് ബിലാലിനെ പറ്റി എന്താണ് അഭിപ്രായം? तुम लोगों का बिलाल അവർ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും വന്ന് പറഞ്ഞു, लोगों का ऐसे शख्स के बारे യാ റസൂലല്ലാഹ്, ഇന്ന വ്യക്തിയുമായി ഞങ്ങളുടെ സഹോദരി വിവാഹം നടത്തുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിനെ പറ്റി എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? അതായത്
സ്വർഗവാസികളിൽപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിവേദകൻ പറയുന്നു, അപ്പോൾ അവർ ഹദ്രത്ത് ബിലാലുമായി തങ്ങളുടെ സഹോദരി വിവാഹം നടത്തി. ഹദ്രത്ത് മുസ്ലിം മൗദ് ഹദ്രത്ത് ബിലാലിന്റെ വിവാഹം നടന്നില്ല എന്ന് എഴുതിയത് ഏതെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. വിവാഹങ്ങൾ നേരത്തെ നടന്നിരുന്നു. ഇത് സംബന്ധിച്ചും ഒരു ഉദ്ധരണിയാണ്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഒരിക്കൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് അബൂ സുഫിയാനും മക്ക വിജയ അവസരത്തിൽ മുസ്ലിങ്ങളായ മറ്റേ മൂപ്പന്മാരും ഹദ്രത്ത് ഉമറിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ഇത് ഇവിടെ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യാദൃച്ഛികമെന്ന് പറയട്ടെ, അതേ സമയത്ത് തന്നെ ബിലാലും അമ്മാറും സുഹൈബും മറ്റും ഹദ്രത്ത് ഉമറിനെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ അടിമകളും നിർധനരുമായി കഴിഞ്ഞവരായിരുന്നു. പക്ഷെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരുമായിരുന്നു. ഹദ്രത്ത് ഉമറിന് അറിയിപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം ബിലാലിനെയും മറ്റും ആദ്യം കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു. അബൂ സുഫിയാന്റെ ഉള്ളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ നാടിഞരമ്പുകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഈ അവസ്ഥ കണ്ടപ്പോൾ അയാളുടെ ശരീരത്തിൽ തീപിടിച്ച പോലെയായി. അയാൾ പറഞ്ഞു, നമ്മൾ കാത്തിരിക്കുകയും ഈ അടിമകൾക്ക് മുലാഖാത്തിന് അവസരം ലഭിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദൈന്യതയും നമുക്ക് കാണേണ്ടി വന്നിരിക്കുന്നു. സുഹൈൽ ഉടൻ തന്നെ മറുപടിയായി പറഞ്ഞു, ഇത് ആരുടെ കുറ്റമാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയെല്ലാം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ഇവർ ഉടൻ തന്നെ വിശ്വസിച്ചു. നമ്മൾ താമസിച്ചു പോയി. എന്നിരിക്കെ ഇപ്പോൾ നമുക്ക് മേൽ ശ്രേഷ്ഠത അവർക്കുണ്ടാകേണ്ടതല്ലേ? ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹദ്രത്ത് ബിലാലിന്റെ സ്ഥാനമഹാത്മ്യം പരാമർശിച്ചുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഹദ്രത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലത്ത് ഒരിക്കൽ മക്കയിൽ വന്നു. അപ്പോൾ ഒരു കാലത്ത് തലയിലെ മുടിയിൽ പിടിച്ച് വഴിയിലൂടെ ജനങ്ങൾ വഴിച്ചിരുന്ന അടിമകൾ ഓരോരുത്തരായി ഹദ്രത്ത് ഉമറിനെ സന്ദർശിക്കാൻ വന്നു തുടങ്ങി. അത് ഒരു ഈദ് ദിവസമായിരുന്നു. ഈ അടിമകൾ എത്തുന്നതിന് മുമ്പേ മക്കയിലെ വലിയ വലിയ മൂപ്പന്മാരുടെ മക്കൾ ഹദ്രത്ത് ഉമറിന് സലാം പറയാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഇരുന്നതേയുള്ളൂ. ബിലാൽ എത്തി. അതേ ബിലാൽ. അദ്ദേഹത്തെ ഒരു കാലത്ത് ജനങ്ങൾ മർദ്ദിക്കുകയും പരുക്കനും കൂർത്തതുമായ കല്ലുകൾക്ക് മുകളിൽ നഗ്നനാക്കി വലിച്ചെടുക്കുകയും അദ്ദേഹത്തിന്റെ നെഞ്ചിനുമേൽ വലിയ വലിയ ഭാരമുള്ള കല്ലുകൾ വെച്ച് ലാത്തയെയും ഉസ്സയെയും ആരാധിക്കാമെന്ന് പറയാൻ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമായിരുന്നു. ഹദ്രത്ത് ഉമർ ബിലാലിനെ കണ്ടപ്പോൾ മൂപ്പന്മാരോട് പറഞ്ഞു, അല്പം പിന്നിലേക്ക് മാറിയിരിക്കൂ, ബിലാലിന് സ്ഥലം കൊടുക്കുവാൻ. അദ്ദേഹം ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടിമയായ മറ്റു സഹാബി വന്നു. ഹദ്രത്ത് ഉമർ വീണ്ടും മൂപ്പന്മാരോട് പറഞ്ഞു, അല്പം പിന്നിലേക്ക് മാറിയിരിക്കൂ, അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം കൊടുക്കും. കുറച്ചു സമയത്തിനകം മറ്റൊരു അടിമ സഹാബി എത്തി. ഹദ്രത്ത് ഉമർ സാധാരണ പോലെ വീണ്ടും പറഞ്ഞു, അല്പം പിന്നിലേക്ക് മാറിയിരിക്കൂ, ഇദ്ദേഹത്തിന് ഇരിക്കാൻ ഇടം നൽകും. യാദൃച്ഛികമെന്ന് പറയട്ടെ, കാരണം അള്ളാഹു ഈ മൂപ്പന്മാരെ എളിമ്പരാക്കാൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ഓരോരുത്തരായി 8-10 അടിമകളെത്തി. ഓരോ പ്രാവശ്യം ഹദ്രത്ത് ഉമർ ആ മൂപ്പന്മാരുടെ പിന്നിലേക്ക് മാറിയിരിക്കാനും ഈ വരുന്നവർക്ക് സ്ഥലം കൊടുക്കാനും നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് വലിയ വലിയ ഹാളുകളൊന്നും ഉണ്ടാക്കിയിട്ടായിരുന്നില്ല, മറിച്ച് സാധാരണ ചെറിയ വസതികളായിരുന്നു. അതിനുള്ളിൽ അധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. അടിമകളായിരുന്നു. സഹാബാക്കൾ മുറിയിൽ നിറഞ്ഞപ്പോൾ മൂപ്പന്മാർക്ക് ചെരുപ്പുകൾക്ക് മീതി ഇരിക്കേണ്ടി വന്ന ഗതികേട് വന്നു. ഈ നിന്ദത അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ അപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും പുറത്തു വന്ന് നമ്മളെ എത്രമാത്രം നിന്ദരാക്കിയെന്ന് കാണുന്നില്ലേ എന്നും നമ്മുടെ സേവകരായിരുന്ന അടിമകളെ മുന്നിലിരുത്തുകയും നമ്മെ പിന്നിലിരുത്തുകയും നിർബന്ധരാക്കുകയും ചെയ്തു എന്നും നമ്മൾ പിന്നിലേക്ക് മാറി മാറി ചെരുപ്പുകൾ വയ്ക്കുന്ന സ്ഥലത്തെത്തിയെന്നും എല്ലാവരെയും ദൃഷ്ടിയിൽ നിന്നേരും അവഹേളിതരുമായെന്നും പറഞ്ഞു. അവരുടെ സംസാരങ്ങൾ കേട്ട അവരിൽ തന്നെയുള്ള ബുദ്ധിമാനായ ഒരു യുവാവ് പറഞ്ഞു, ശരിയാണ്, ഇത് അപമാനം തന്നെയാണ്. പക്ഷേ ഇത് ആരുടെ കർമ്മഫലമാണ്? നമ്മുടെ പിതാക്കന്മാരും സഹോദരന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹചാരികളെയും മർദ്ദിച്ചിരുന്ന സമയത്ത് ഈ അടിമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ജീവൻ സമർപ്പിക്കുകയായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണമാകുന്നു. അതിനാൽ തിരുനബിയെ അംഗീകരിക്കുന്നവർ ആർക്കാണ് അന്തസ്സ് നൽകുക? അക്രമം ചെയ്ത നിങ്ങൾക്കോ? അതല്ല, ഇസ്ലാമിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഈ അടിമകൾക്കോ? നിങ്ങൾ തന്നെ തീർപ്പ് പറയുവിൻ.
അവർക്ക് ഇന്ന് ആദരവ് നൽകപ്പെടേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് പരാതി? ഇത് നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ കർമ്മഫലമാണ്. അതുകൊണ്ടാണ് ഈ അടിമകളുടെ പെരുമാറ്റം നിങ്ങളോടില്ലാത്തത്. ഈ കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി. അവരിലെ ബുദ്ധിമാനായ വ്യക്തിയുടെ ഈ സംസാരം കേട്ടപ്പോൾ അവർ പറഞ്ഞു, യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷേ ഈ ദൈന്യതയ്ക്ക് വല്ല പരിഹാര മാർഗവുമുണ്ടോ? തീർച്ചയായും നമ്മുടെ പൂർവ്വ പിതാക്കളിൽ നിന്ന് വലിയ അബദ്ധമാണ് സംഭവിച്ചത്. നമ്മുടെ നെറ്റിത്തടത്തിൽ പതിച്ചിട്ടുള്ള ഈ ദൈന്യതയുടെ കറ കഴുകിക്കളയാൻ അവർ ചെയ്ത ഈ തെറ്റിന് എന്തെങ്കിലും പരിഹാരവും ഉണ്ടാകേണ്ടതല്ലേ? പക്ഷേ തങ്ങൾക്ക് അതേക്കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ലെന്നും അതുകൊണ്ട് ഈ ദൈന്യതയുടെ പരിഹാര മാർഗം ഹസ്രത്ത് ഉമറിനോട് തന്നെ ചോദിക്കാമെന്നും അവർ ഏകകണ്ഠമായി തീരുമാനിച്ചു. അങ്ങനെ അവർ വീണ്ടും ഹസ്രത്ത് ഉമറിന്റെ അടുക്കലെത്തിയപ്പോൾ സദസ്സ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സഹാബാക്കളും പോയിട്ടുണ്ടായിരുന്നു. അവർ ഹസ്രത്ത് ഉമറിനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഈ സദസ്സിൽ വന്നപ്പോൾ ഉണ്ടായ ദുഃഖം സംബന്ധിച്ച് താങ്കളോട് കൂടിയാലോചിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹസ്രത്ത് ഉമർ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർ റസൂലുള്ളാഹി സഹാബാക്കളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സുകളിൽ അവർ എപ്പോഴും മുന്നിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മുന്നിലിരുത്താൻ ഞാനും നിർബന്ധിതനാണ്. തീർച്ചയായും നിങ്ങൾക്ക് എന്റെ ഈ ചെയ്തി കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും, പക്ഷെ ഞാൻ നിർബന്ധിതനായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ നിർബന്ധാവസ്ഥ മനസ്സിലാക്കുന്നു. ഈ ദൈന്യതയ്ക്ക് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ കറ കഴുകിക്കളയാൻ വല്ല വെള്ളവുമുണ്ടോ? ഹദ്റത്ത് ഉമർ ആ യുവാക്കളുടെ പിതാക്കന്മാരുടെ പ്രതാപവും പ്രൗഢിയും ഗാംഭീര്യവും ശക്തിയും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ആ യുവാക്കളുടെ ഈ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ഇവർ തങ്ങളുടെ തിന്മകൾ കാരണം എവിടെയെന്ന് എവിടേക്കാണ് വന്ന് വീണിരിക്കുന്നത്? അദ്ദേഹത്തിന് എത്രമാത്രം ദുഃഖമെന്നു എന്നാൽ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെ കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ കൈ ഷാമിന്റെ ഭാഗത്ത് ഉയർത്തിക്കൊണ്ട് അവിടെ അപ്പോൾ കൈസറിന്റെ സൈന്യവുമായി യുദ്ധം നടക്കുകയാണെന്ന് ആംഗ്യം കാണിച്ചു. അതായത് ഈ ദൈന്യതയുടെ കറ കഴുകിക്കളയണമെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ജീവൻ ത്യജിക്കുവാൻ. അങ്ങനെ അവർ അപ്പോൾ തന്നെ പുറത്തിറങ്ങി തങ്ങളുടെ ഒട്ടകപ്പുറത്ത് ഷാമിലേക്ക് തിരിക്കുകയും ചെയ്തു. ചരിത്രം പറയുന്നു, അവരിൽ ഒരാൾ പോലും ജീവനോട് തിരിച്ചു വന്നില്ല. അങ്ങനെ അവർ പൂർവ്വപിതാക്കളുടെ ചെയ്തികൾ കാരണം തങ്ങളുടെ നെറ്റിത്തടത്തിൽ പതിഞ്ഞിരുന്ന ദൈന്യതയുടെ പാടുകൾ തങ്ങളുടെ രക്തം കൊണ്ട് ഇല്ലാതാക്കി. ചുരുക്കത്തിൽ ത്യാഗം ചെയ്യുമ്പോഴാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുക. ആദ്യം മുതൽ ത്യാഗം ചെയ്യുകയും കൂറ് കാണിക്കുകയും ചെയ്തവർ, അവർ നീഗ്രോ അടിമയാണെങ്കിലും അതല്ല മറ്റേത് വംശജനാണെങ്കിലും അവരുടെ സ്ഥാനം ഏതായാലും ഉന്നതമായിരിക്കുന്നതാണ് എന്നതാണ് ഇസ്ലാമിന്റെ പാഠം. ഈ സ്ഥാനമാണ് ഇസ്ലാം അവകാശമായി നൽകിയത്. അതാണ് യോഗ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് എല്ലാവർക്കും ലഭിക്കുക. അല്ലാതെ ആരാണ് ധനാഢ്യൻ ആരാണ് ദരിദ്രൻ എന്നതല്ല യോഗ്യത. ത്യാഗങ്ങൾ ചെയ്യുന്നവർക്കും കൂറ് പുലർത്തുന്നവർക്കും ജീവൻ ബലിയർപ്പിക്കുന്നവർക്കും എല്ലാം ത്യജിക്കുന്നവർക്കുമാണ് ഈ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. ഹസ്രത്ത് ബിലാലിന്റെ അനുസ്മരണം തുടരുന്നതാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും വിവരിക്കുന്നതായിരിക്കും. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.